കൂട്ടുകാരെ, ഞാനിന്നൊരു ചെമ്പാവലിൻ്റെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട സാധനങ്ങളാണ്. അതിൻ്റെ കടുക് വറക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ വേണം. പച്ചക്കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടുകടല എടുത്തത്. പിന്നെ സവാള, കരിയാപ്പില, ഇഞ്ചി, പച്ചമുളക്. ഈ മുളക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ, അതാ. പിന്നെ ശകലം മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് അവലെടുത്തു. അതിനകത്ത് നമുക്ക് ശകലം വെള്ളം, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒന്ന് കഴുകി എടുക്കാം മതി. അത് അരിപ്പയ്ക്കകത്തായിരിക്കണം, എന്നാലല്ലേ നമ്മുടെ വെള്ളം തോരത്തുള്ളൂ. ഒത്തിരി വെള്ളം പിടിച്ചാൽ കുഴഞ്ഞു പോകും. അങ്ങനെ അവൽ കഴുകി വെച്ചു. ഇതിങ്ങനെയുള്ള അരിപ്പയ്ക്കകത്ത് വേണം കഴുകി വെക്കാൻ, അല്ലെ കുഴഞ്ഞു പോകും. സ്റ്റൗ കത്തിച്ചു, പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു, ചൂടാകട്ടെ. നമുക്ക് ആദ്യം കടുക് ഇടാം. കടുക് പൊട്ടി, നമുക്ക് ഇതെല്ലാം കൂടെ പൊട്ടുകടലയും ഉഴുന്നും അണ്ടിപ്പരിപ്പും കൂടി ഇടാം. ഇത് ചുമക്കുമ്പോൾ നമുക്ക് സവാള, ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയും, അങ്ങനെ ഉപ്പിടാം. ശകലം മഞ്ഞൾപ്പൊടി ഇടാം, ശകലം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് അവലിടാം, കഴുകി വെച്ചിരുന്ന അവൽ. വെള്ളം ഒരു ശകലം പോലും ഇടണ്ട, ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. നമുക്ക് 2 മിനിറ്റ് അടച്ച് വെക്കാം. ചെറിയ തീ കൊടുത്ത് 2 മിനിറ്റ് അടച്ച് വെച്ച് ഉപ്പുമാവ് ഇപ്പം റെഡിയാകും. വെള്ളം ഒട്ടും കളിക്കരുത്. ഉണ്ടാകൽ ഉപ്പുമാവ്
പച്ചക്കപ്പലണ്ടി വറുത്തിട്ടാലും നല്ലതാണ്. ഇവിടെ ഇല്ല, ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പച്ച പൊട്ട് കടല വറുത്തതും ഉഴുന്നും വിട്ടത്. കണ്ട കൂട്ടുകാരെ, അവലുപ്പുമാവ്. ഞാൻ ശകലം മുരിങ്ങയിലയും ഇടുക. ആരോഗ്യത്തിന് നല്ലതാണല്ലോ മുരിങ്ങയില. അപ്പോൾ പിന്നെ ഇവിടെ കിടക്കട്ടെ. ഉപ്പുമാവ് റെഡിയായി കണ്ടോ, അവലുപ്പുമാവ് റെഡിയായി കണ്ടോ. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല സൂപ്പറാണ് കേട്ടോ. വേണ്ട, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്.